നർഗെ ചുഴലിക്കാറ്റിൽ മരണസംഖ്യ ഉയരുന്നു. 72-ലധികം ആളുകൾ മരിച്ചതായി റിപ്പോർട്ട്. 33 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതിനിടെ കോഴിക്കോട് നൈനാം വളപ്പ് കൊതി ബീച്ചിനടുത്ത് കടൽ ഉൾവലിഞ്ഞു. ഇന്ന് വൈകിട്ടാണ് സംഭവം. അപൂർവമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം കേരളത്തിൽ കനത്ത മഴ വരുന്നു. തുലാവർഷം നാളെയോടെ കേരളത്തിലെത്തും. ഡീറ്റെയിലായി വിവരങ്ങളെല്ലാം നോക്കാം. അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കോഴിക്കോട് നൈനാം വളപ്പ് കോതി ബീച്ചിനടുത്ത് കടൽ ഉൾവലിഞ്ഞു. കടൽ ഉൾവലിഞ്ഞ് കുളം പോലെ കെട്ടി നിൽക്കുകയാണ്. തിരകളോ മറ്റോ ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. കടൽ നിശ്ചലമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിട്ടുമുണ്ട്. സമീപകാലത്തൊന്നും ഇത്തരത്തിൽ ഇവിടെ കടൽ ഉൾവലിഞ്ഞിട്ടില്ല. നർഗെ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പൈൻസിൽ മരണസംഖ്യ ഉയരുന്നു. 2 ദിവസമായി രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ വീശിയടിക്കുന്ന കാറ്റ് വൻ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. ദുരന്തത്തിൽ 72 പേർ മരിക്കുകയും 33 പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. വടക്കുകിഴക്കൻ മൺസൂൺ തമിഴ്നാട്ടിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് നാളെ തുലാവർഷം എത്തുമെന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഴ ലഭിക്കും. 31-ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നിവിടങ്ങളിലും ശക്തമായ മഴയായതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു.